അത് വിടണം, അത് പ്ലീസ് പറയല്ലേ അത്. എന്റെ പേര് മുള്ളംകൊല്ലി വേലായുധൻ. അയ്യേ മാസില്ല, ഇതിന് മാസില്ല. വണ്ടിയിലത് കയറി ലുക്ക നോക്കണ. എന്താ ഇത്രയൊക്കെ ഉത്തരവാദിത്വം? നമ്മള് വണ്ടി നിർത്തി പോലും ഇല്ല അവൻ. ഉക്കറിനുള്ള മര്യാദ പോലും ഇപ്പൊ അറിയില്ല. അണ്ണാ ഒരു കാര്യം നമ്മുടെ മാമനില്ല പോണ അതറിഞ്ഞ ഏത് ഗ്യാങ് ഹൗസ് ഇന്ന്? അണ്ണാ ടി വി ഗ്യാങ് ഇറക്കിയിട്ടാണ് ഇന്നലെ. ഞാന് വലിയ മാസ് പാട്ടൊക്കെ ഇട്ട് കാത്തിയറിയേ. കാത്തിയറിയപ്പോഴത്തേക്ക് എന്താ സിറ്റുവേഷൻ നടക്കണ്. അപ്പത്തേക്ക് ഏതോ പയ്യന്മാരൊക്കെ വന്ന് ടി വിയിലെ പയ്യന്മാര് വന്ന് എന്റെ അടുത്ത് മാമ ടി വി ഗ്യാങ് ഹൗസിൽ ഇറങ്ങണേന്ന് അവരുടെ സിറ്റുവേഷനാണ്. സിറ്റുവേഷനിൽ കയറാൻ പറ്റില്ലണ്ണോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ ഒരു മാസം അടിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞ് ഞാൻ കയറി നിന്നു. അപ്പത്തേക്ക് അഡ്മിൻ വന്ന് ഒഴിവാക്കി. ലാസ്റ്റ് മാമ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് വാസു പറഞ്ഞതെന്ന് വെച്ചാൽ നീ 2 മാസം മറ്റേ ആക്റ്റീവ് ആയത് സ്ലോട്ട് ഏൺ ചെയ്തെടുക്കുമെന്ന് ഉള്ള രീതിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഏണിംഗ് ആണ് ഇപ്പൊ കറന്റ്. ഏണിയുണ്ട് കൂടെ കൂടെ നടക്കുന്നവരാണ് നീ അല്ലേ? പിന്നെ എങ്ങനെ ഏണിയില്ലായിരിക്കും? ഗ്യാങ്സിന്ന് കേറിയെന്ന് പറഞ്ഞില്ലേ മറ്റേ ഉക്കറിനൊക്കെ ഹോസ്റ്റൽ എടുത്തോണ്ടിരുന്ന മാമ ചെയ്ത് ഡയലോഗ് അടിക്കാൻ കയറിയത്. ആരെങ്കിലും പോട്ടെ എന്തായാലും കേറും. നമ്മളെ റേഡിയോയിൽ ആരോ വന്ന് കാര്യം പറയട്ടെ, ഉക്കറോക്കെ അല്ല ഞാനാണോ ഉക്കറോക്കെ റേഡിയോ തോന്നുന്നു. എടാ ഞാനൊരു കാര്യം പെട്ടാ മാമ നിനക്ക് ഇനി കേറാനായിട്ട് ഇതിന്റെ അകത്ത് ഒരു വഴിയുള്ളൂ. പണ്ട് ചെയ്യുന്ന ഒരു പരിപാടി, പണ്ട് ചെയ്ത പരിപാടി ഇല്ലേ മറ്റേ ഗണ്ണ് സ്പോൺ ചെയ്ത് കൊടുക്കുന്ന പരിപാടി. കണ്ട് സ്പോട്ട് ചെയ്തിട്ട് മറ്റേ മാഫിയാണെന്ന് പറഞ്ഞ് മറ്റേ തോക്ക് കൊണ്ട് വരുമല്ലേ കണ്ട് സ്പോട്ട് ഇത് നമ്മളൊരു വീടാണേ. ഇത് വള്ളി വിലാസോ ഇതൊക്കെ ഇവിടെ എന്തൊക്കെ തുടങ്ങിയടാ അതിന്റെ ഇടയിൽ കൂടി. അയ്യോ ഞാൻ കൊരുത്ത് ചായക്കട പോലെ വണ്ടി കൊരുത്ത് വെച്ച തന്നെ ബാക്ക് സീറ്റ് ആക്കിയ പൈരിന്റെ. ഒന്നുകൂടെ കേറിയിരുന്നേ ഒന്ന് കണ്ട അതൊന്നുകൂടെ കേറിയിരുന്ന നോക്കട്ടെ വണ്ടിയിലത് കേറിയിരുന്നേ നോക്കണ. അണ്ണാ ചേരുന്നുണ്ടാണ് ഇത് കൊള്ളാണ്. ചേർന്നുണ്ട് രാവണ പ്രഭുവിലെ മോഹൻലാലിനെ പോലെ. അപ്പൊ ഇറക്കി വിട്ടപ്പോഴേ ഞാൻ ഇങ്ങനെ ചെറിയൊരു കുടിൽ കെട്ടിയാണ്. വേറെ വഴിയില്ല കിടക്കാൻ. അകത്ത് മറ്റേ തൂറാനൊക്കെ സ്ഥലം ഉണ്ട്. സൈഡിലൊരു പോച്ചയില്ല. അത് അവിടെ ഇവിടെ ഇരിക്കും ഇങ്ങനെ വന്ന് ഇവിടെ. ചുമ്മാ പയ്യന്റെ അടുത്ത് ഞാൻ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറഞ്ഞായിരുന്നു. ടെന്റ് കെട്ടാൻ പറഞ്ഞവരുടെ അടുത്ത്. അപ്പൊ കാണിച്ച ക്രിയേറ്റിവിറ്റി ഇതായിരുന്നു. നീ ഫോൺ വിളി. എന്റെ നമ്പറില്ല, ഡൊമിനിക് നമ്പർ കിട്ടി. എന്റെ ഇല്ല. നീ അല്ലേ അവന്റെ എന്തോ 30-40 നമ്പറൊക്കെ. ഞാൻ അണ്ണന്റെ ഒരു ക്ലൂ തരാം വേണ്ട. ഇതണ്ണ സോൾവ് ചെയ്ത് തരണം. എന്റെ വീടിന്റെ പ്രശ്നം പറയൂ ഇനി. ഇംഗ്ലീഷ് വലിയ ബോധമുണ്ടോ അളിയാ? അളി ഇംഗ്ലീഷ് പിന്നെ നമുക്കറിഞ്ഞൂടെ? നീ എന്താണ് പറ നമുക്കറിയണ്ടത് ഇംഗ്ലീഷാ. ഒരു അമ്മായിയെ കണ്ടുപിടിക്കുന്ന പരിപാടി. മറ്റേ നീ പറഞ്ഞ മറ്റേ പെണ്ണ്. നീ ഒന്ന് കേട്ടോക്കണം. ഐ ആം നോട്ട് പാർട്ട് ഓഫ് യുവർ റൂട്ടീൻ ആൻഡ് ദാറ്റ്സ് വൈ യു റിമെമ്പർ മീ. യു ഡോണ്ട് കം ഹിയർ ബൈ ആക്സിഡന്റ്. യു കം ഹിയർ വെൻ യുവർ thoughts are louder than the city. From here Los Santos looks honest for a moment. People talk less, think more and leave without saying why. If you stood here long enough, you would realize the city isn't as big as it pretends to be. Wishing for the best answer. എന്താ ഇത് എന്തിൽ എഴുതി വെച്ചിട്ട്? ഡയറിയാ? അവള് ഇത് അയച്ച് ഇത് കണ്ടുപിടിക്കാനെന്ന്.
ഇത്രയും വലിയ സാമാനമൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാളിയാ കണ്ടുപിടിക്കാൻ? ഇതെനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായോ കണ്ണൂസേനെ? അല്ലെ ആദ്യത്തെ മാത്രം മനസ്സിലായി. ആദ്യത്തെ എന്തോ പറഞ്ഞില്ലേ മറ്റേ ഇതാണ് സരക്കണ്ണ് ഇങ്ങനത്തെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ സരക്കണ്ടെ അടുത്ത് ഡീൽ ചെയ്യണമെങ്കിൽ നല്ലത്. നമുക്ക് ബുദ്ധിയില്ലേ, അത് സമ്മതിക്കണം നമ്മള്. ഇത് സിമ്പിൾ ആണ്, സെന്റൻസ് വൈസ് വായിച്ചാൽ മനസ്സിലാവും. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഈസി ആകുമെന്ന്. ഈ സ്ഥലമാണോ ഫാമിലി ഡെന്റൽ? ഇത് മറ്റേ ഡ്രസ് നല്ലത് ആരായിരിക്കും ഇവിടെ? ഏത് കിളവിടാ നിന്നെ ഇങ്ങനെ പറയാ? ഏത് മാങ്ങില്ല എനിക്കറിഞ്ഞൂടാ. നമ്മളെ ഒരുമിച്ചിരിക്കാം. ഈ സിപിയുടെ ഗ്യാങ് വണ്ടി അടിച്ചോണ്ട് എന്റെ ഇടയിൽ നീ പോയി കയറുന്നു. അല്ല, ആരും അടിച്ചോണ്ട് അവൻ ചൊറിയുന്നെന്ന്, ബാക്കിയുള്ള എല്ലാരും ചുമ്മാ മനസ്സിലായി. അതായത് വേറെ ഗ്യാങ് വണ്ടി എടുത്തിട്ട് അവൻ വേറെ ബാക്കിയുള്ളവരുടെ ചൊറിയാണ്. സിപി എന്ന് പറഞ്ഞാൽ കഴപ്പണ കട്ടമാര്. സിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടൻ പൊറി. ചുണ്ടനെന്ന് പറയുന്നത് നിന്റെ മറ്റേ പഴയ ഗ്രൂപ്പല്ലേ ചുണ്ടൻ? കണ്ണാപ്പി ഇത് വേറെ ആരും ഇല്ല ഇന്ന്. സംഭവം ഇന്ന് ആരും ഇന്നുണ്ട് ആൾക്കാരുണ്ട്. ഇതിനൊക്കെ എത്ര എനിക്ക് 17 ഉണ്ടല്ലേ? ഹലോ കണ്ണ, അയ്യോ നീ എവിടെ? ഓഹോ, നമുക്ക് കൂടി റിക്രൂട്ട്മെന്റ് വെച്ചാലേ. കൊച്ചു കുഞ്ഞൊക്കെയാണ് ഇരിക്കണേ. കൊച്ചു കുഞ്ഞൊക്കെ മറ്റേ അവരൊക്കെ ആട്ടിത്തുപ്പി വിട്ടുള്ള അവസ്ഥ ഇല്ല. മാമന് വേണ്ടി ചോദിക്കാം, അതാണ് നല്ലത്. നാണക്കേടാളി ഉള്ള കാര്യം പറയാം. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു ചാൻസ് ഒക്കെ തരും മാമ. നീ പറഞ്ഞാൽ മതി, തോക്കൊക്കെ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ മതി. അത് വിടണം, അത് പ്ലീസ് പറയല്ലേ. അത് കള്ളനെ വിളിക്കണ എനിക്ക് വയ്യ. അതും കൂടെ എന്നാ ബോബോയായിരുന്നു മെയിൻ ആട്ടാ. ബോബോയിന് മറ്റേ പണ്ട് ബോബോയണ്ണ ഒരു വണ്ടി നിറച്ച് തോക്കോട്ട് തന്നിട്ട് മറ്റേ വാസ്തുവിന്റെ അണ്ണനൊക്കെ മറ്റേ ഞെട്ടുന്ന സീനുണ്ടല്ലോ. അണ്ടർഗ്രൗണ്ടിലൊക്കെ കൊണ്ടിട്ടാണ് ചെയ്യണ പരിപാടിയൊക്കെ. നമ്മള് വിചാരിച്ചത് എന്തിനാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് മറ്റേ വലിയ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ പുണ്ടത്തെ ഗ്യാങ് പിടിച്ചും കയറ്റി ഒരു ഗുണം ഉണ്ടായിട്ടില്ല അന്നോട്ട് ഇന്ന് വരെ. മാമ നീ ഗ്യാങ് ചെയ്തിട്ട് ഇന്നെങ്കിൽ ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാ മാമ? ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഫണ്ടൊക്കെ ആര് വേണ്ടി തരുമായിരുന്നു. വന്നപ്പോ തൊട്ട് കിടക്കുന്നുണ്ട്. അതല്ല ടി വി കൊറേ കഴിഞ്ഞ ചേട്ടാ. നിന്റെ ഡ്രസ് കാണുമ്പോ വള്ളി എടുക്കാൻ വരൂല. പിന്നെ എന്തിനാണ് പിന്നെ പോയി കിടന്ന് നീ പണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പൊ വരണില്ല. ഹോൺ അടിച്ച് മൊത്തം വള്ളിയായിരുന്നു നമ്മുടെ സിറ്റിയില്. ഓ ഇന്ന് വിഷയമായിരുന്നു. ഹോൺ അടിച്ച് ഒരുത്തരം പലേറ്റോ പമ്പ് കൊണ്ടുപോയി അവനെ. എനിക്ക് ഇത് കാണുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമല്ല. ഇതല്ലേ ഇത് വേറെ നിങ്ങള് റിലേഷൻഷിപ്പിലാണ്? അല്ല ഈ കുട്ടി മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലല്ലോ, നാണാണോ? ടോക്സിക് ആണോ? നീ റെഡ് ഫോറസ്റ്റ് ആണോ? എനിക്ക് വയ്യ. ഇവർക്ക് ജോലിയില്ലേ? വട്ടം കറക്കാൻ വിട്ട് അല്ലെ ടി വി ആയി പോവേ. അതൊന്നും പുഴുക്കല്ലേ. അവിടെ കിടക്കുന്ന വണ്ടി കാര്യം പറയാനാ ഓടി വന്ന പറയട്ടെ. എന്താ പറ? വണ്ടി ചവിട്ടുന്ന
പെണ്ണിനെ വെച്ച് ഇവിടെ പിടിക്കാനുള്ള പരിപാടിയാണ് അത്. നമ്മള് ഹണി ട്രാപ്പ് അതിലൊന്നും ഞാൻ വീഴത്തില്ല, അതുകൊണ്ടല്ലേ നിർത്താഞ്ഞത്. ഒരു കാര്യം പറയാൻ ചവിട്ടിയടാ വന്ന് കണ്ടാ നീ. ഇനി ബാക്കിൽ 2 വണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സാറിന് ഇവിടെ നിൽക്കുമ്പോ എന്താണ് സാറേ എന്താണ് സാറേ കുറച്ചുകൂടെ സാറേ ഒരു മിനിറ്റ് സാറേ എടി കാണല്ലേ ഓക്കെ ബൈ കൊല്ലു കേറിക്കോ. വിട്ടേക്കുന്നേ അളിയ ലോക്കായി വണ്ടി അവെന്തോ ചെയ്ത് കെട്ടി തൂക്കിയത് വണ്ടി അടിയണ്ണ ഊരി അല്ല കൈ വെക്കണേ സാറ് തോക്കില്ലേ തോക്കറ മാമ. അല്ല സാർ കൈ വെക്കണേ. പോലീസ് അടി സാറ് കൈ വെക്കണേ. ഏത് റേഡിയോയിലായിരിക്കുന്നത്? ഒന്ന് നിക്ക്. ഹലോ നമുക്ക് പൈമാർക്ക് ബാക്കപ്പ് വേണേ. വന്നേ ആരോട് പറയുന്നത്? അല്ലെ മുതുക്ക് ബാക്കപ്പ്. നമ്മള് ബീച്ചിൽ എത്ര വണ്ടി പോകും സാറേ? സാറ് ഒരു വണ്ടി മാറ്റാന്ന് പറഞ്ഞല്ലോ. നമ്മള് പോകുമ്പോഴേ നമ്മള് പറയാ വന്ന് ചുമ്മാ ശല്യം ചെയ്യാം. ചോദിക്കുന്നതല്ല. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? അതെന്താ സാറേ മാറ്റണ്ടേ? അല്ല അതെന്താ സാറേ മാറ്റണ്ടേ? നമ്മൾ ഇത്രയും സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ ബാക്കിലോട്ട് വലിയ വണ്ടി മുതുക്കിന്റെ ബാക്ക് സൈഡ് ഒരു മിനിറ്റ് ഒരാൾ പറയട്ടെ. വെയിറ്റ് സംഭവം പറഞ്ഞുതരാം. നമ്മൾ മുതുക്കി ബാക്ക് സൈഡിൽ ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി ഓടിച്ചു വരുവാണ്. അപ്പൊ ഇവര് പറഞ്ഞ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞ് നമ്മൾ മാറി ഇവിടെ കൊണ്ട് വണ്ടി വെച്ചു. ഇവിടെ വണ്ടി വെച്ചിട്ട് വണ്ടി ഇരിക്കുക. സാറേ സ്കൂട്ടർ 3 പേര് സ്കൂട്ടറിൽ ഇരുന്നാ പോയത്. ഇപ്പോഴും നമ്മുടെ വണ്ടി ഇവർക്ക് ഇമ്പോണ്ട് ചെയ്യേണ്ടത്. ബാക്കിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? സാറിന്റെ വണ്ടിയുടെ ബാക്കിൽ ഒരു വണ്ടി, അത് ഇതുവരെ ഇമ്പോണ്ട് ചെയ്തിട്ടില്ല, മാറ്റാനും പറഞ്ഞു. അതെന്താണ് സാറേ ഇത്? നിയമമൊന്നുമില്ല, മനസ്സിലായില്ലേ? സാറേ ഒരു മിനിറ്റ് ഭയങ്കര അന്യായമാണ് ഈ കാണിക്കുന്നത്. സാറേ വേറെ പ്രശ്നം നമ്മള് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സാറേ ഇതുവഴി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണമെന്നുള്ളവർക്ക് പോകണ്ടേ സാറേ? നമ്മൾ അവിടെ നിർത്തിയിട്ട് പോലുമില്ല. മൂവിങ് ചെയ്യുന്ന വണ്ടിയാണ്. മൂവ് ചെയ്ത് ഇപ്പുറം വരെ എത്തി. എന്നിട്ട് ഇതിന്റെ ബാക്കി വന്നത് പിന്നെ വരുന്നത് സാറേ. 10 കിലോമീറ്റർ അവർ ഓടി സാറേ പുറകെ. അവര് പറയട്ടെ. ഈ സൈഡിലേക്ക് വരാനായിട്ട് ഇവിടെ നമുക്കൊരു എൻട്രൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആ കാണുന്ന സ്ഥലത്ത് ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പം സാധാരണ ആൾക്കാര് അവിടെ അതുവഴി വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് കേറാറ്. കുഴപ്പമില്ല സാർ, പിക്ക് ചെയ്യാൻ വരുമ്പോ ഇപ്പറ വഴി വരുവാണെങ്കിൽ നമുക്കും അത് ഉപകാരമാണല്ലോ. നമ്മള് പോയി അതുവഴി പോയി. നിർത്തിയിട്ട് നിൽക്കണെങ്കിൽ അല്ല, ഒരു മുതുകിന് ബേക്കിൽ അവിടെ ഒരു വണ്ടി കിടക്കുന്നല്ലേ സാർ? അങ്ങോട്ടേക്ക് പോയി ടാർഗറ്റിംഗ് വലിയ വണ്ടി ഒരു കൊച്ചു വണ്ടി സംസാരിക്കും സാർ പ്ലീസ്. ഇവിടെ കൊണ്ട് വണ്ടി വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക സാർ. എന്നാ പറയൂ, ഇത്ര ദൂരം വണ്ടി അവിടെ വെച്ചാൽ ഒരു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾ അതുവഴിയാണോ വന്നത്?
അതുവഴി വരാൻ പറ്റത്തില്ല ഇപ്പൊ. പറഞ്ഞില്ലേ ഇവിടുന്ന് ഒരാളെ ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് സാറേ അതുവഴിയാണോ വന്നത്? അതല്ലെന്നല്ലേ പറഞ്ഞത്. അല്ലേ അതുവഴിയല്ലേ വന്നേ? ഏത് വഴി? ഈ പുറകില് ബോർഡ് വെച്ചേക്കുന്ന ഏരിയ വഴിയാണോ വന്നത്? ബാക്കിയുള്ളവരടുത്ത് കുഞ്ഞു കളിച്ച് വരുന്നിടത്ത് എന്റെ അടുത്ത് വരും, ഞാൻ പറയാം. ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. ശല്യപ്പെടുത്താനോ സാറേ ഒരു 3 തവണ ഇതിനു മുമ്പേ സാർ പിക്ക് ചെയ്യാനായിട്ട് വന്നായിരുന്നു ഇവിടെ. അന്നേരം കത്തിപ്പോയി അപ്പൊ വന്നതാന്ന് പറഞ്ഞില്ലേ സാറേ? 3ാമത്തെ തവണയാണ് ഈ കണ്ണാപ്പി സാറ്. 3 വട്ടം കത്തിയിട്ടുണ്ടോ സാർ ഇതുവരെ സിറ്റിന്ന്? ആദ്യമായിട്ടാ ഒറ്റ വട്ടം കത്തിയിട്ടുള്ളൂ ഇതുവരെ. ഓക്കെ ലിസൺ സാറേ, കണ്ണാപ്പി സാറേ, കുറച്ച് ദൂരം അപ്പുറത്തേക്ക് നടന്ന നമ്മുടെ ഗരാജ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കി ആളെ പിക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഒഴിവാക്കിയ പോരെ? സാറി പറഞ്ഞ പോലെ ഒറ്റത്രേ ഉള്ളൂ സാറേ. സാറി പറഞ്ഞ പോലെ കത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ സാറിനുണ്ടല്ലോ, അതുപോലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോ നിങ്ങൾ ആ കാരണം തൊട്ട് മുന്നിലുള്ള ആൾ അത് കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടെന്ന് വരും. ആ വഴി കൂടെ പോകാൻ പറ്റത്തില്ല സാറേ. സാറ് സാറേ അവിടെ വണ്ടി ഇറക്കരുതെന്ന ഒരു റൂൾ നോക്കാന്നുള്ളതാണ് പോലീസുകാരുടെ. രണ്ട് ടയർ വെച്ചുള്ള ശകടമാണോ സാറ് വണ്ടി എന്ന് പറഞ്ഞത്? അത് 30 വണ്ടി പോലും പോകുന്നില്ല. ഇത് വെച്ച് ഒരുത്തരെ ഇടിച്ചാ വീഴത്തോലും നമ്മള് വീണാലേ ഉള്ളൂ. ഓക്കെ ലിസൺ, ഞങ്ങൾ പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ മനസ്സിലാക്കുന്നത് കൂടെ ഞങ്ങളുടെ ഓക്കെ ഫൈൻ. ഇല്ല അങ്ങനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല, വഴക്കുണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാർ. നിങ്ങൾ വണ്ടി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അങ്ങനെയല്ല കാര്യം, നമ്മള് പറയുന്നത് ഇത്ര ഒരു കൊടുത്താലും ഇപ്പൊ നമ്മൾ എന്ത് അത്രേ ഉള്ളു സാറേ. ഇത്ര നമ്മളെന്ന് വന്ന് പറയുമ്പോ സാർ ഇത്രയും പറഞ്ഞാൽ മതി സാറേ. നമ്മൾ ഇനി അതോടെ ഇറക്കത്തില്ല, നമ്മളെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു അത്രേ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ സാറേ? നമ്മളെന്ത് പറഞ്ഞാലും നിങ്ങള് കാര്യമായിട്ട് പറഞ്ഞു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ അറിഞ്ഞോണ്ട് ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ സാറേ? പിന്നെ സാറിന് മനസ്സിലായില്ല, പിന്നെ സാർ അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ സാറിന് മനസ്സിലായില്ല അപ്പൊ അതുവഴി വണ്ടി ഇറക്കാൻ പറ്റുന്നുള്ള, പിന്നെ സാർ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് വിളിച്ചേ ഒരു മിനിറ്റ്. ഇവിടെ ഒരു ബോർഡ് ഇപ്പുണ്ട് സൈഡില്. ആ ബോർഡിൽ ഈ ബീച്ച് മൊത്തം ഓടിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ആ ബീച്ചിന് അപ്പൊ അങ്ങേ സൈഡിൽ ഓടിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയക്ക് അകത്ത് നടക്കുന്ന ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നവര് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു ബോർഡിന് അവിടെ മുതലാണ് ഞങ്ങൾ വിളിച്ച സാറേ. അതല്ല ഇപ്പൊ വന്ന വണ്ടിയോട് പറഞ്ഞത് സാറേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാഡം വന്ന് ഇപ്പൊ നമ്മുടെ ഈ ഗ്യാൻ വേണ്ടി ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കിയത്. ഇപ്പൊ ഞാൻ വണ്ടി എവിടെ കിട്ടുന്ന കാശ് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല, ഈ ഗവൺമെന്റിന്റെ സിറ്റിസൺസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫൈൻ ഇടാൻ അത് POS മെഷീൻ വഴിയോ നമുക്ക് ഇതുവഴി ഉപയോഗിക്കാറുണ്ട്. അല്ല ഞാനെന്താ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകുന്ന വർത്താനൊക്കെ പറയുന്നത് സാറേ? എന്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള എന്റെ പൊന്നെ, നിങ്ങളൊരു വീട് നിങ്ങൾ ഒഫൻസീവായിട്ട് ഇറക്കല്ലേ? സാറേ ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് പിടിക്കുന്ന പൈസ എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ലെന്നാ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ സാറേ പോലീസിന് നിർത്തൂലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അത്രയും സാറ് സിമ്പിൾ ആയിരുന്നു സാറേ. ഇവിടെ വണ്ടി ഇറക്കരുതെന്ന് പറയുന്നത്. സാറ് എന്താണ് നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി വെളിയിട്ടിട്ട് സാർ നടന്നു വരവായിരുന്നോ? എന്തിനാണ് സാർ ഞാൻ ഒരു മറുപടി പറഞ്ഞ കേക്കാവോ? ഓക്കെ, അവിടെ 4 ബോർഡ് വെച്ചിരിക്കുന്നതിന്റെയും അടിയിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എമർജൻസി സർവീസസ് ആയിട്ടുള്ള XMDക്കും XPDക്കും DOJ വണ്ടിക്കും ഇവിടെ ഇറങ്ങാൻ പറ്റും. അത് അവിടെ ഓൾറെഡി നമ്മളുണ്ടാക്കിയ ഒരു മിനിറ്റ് ഞാൻ ഉണ്ടാക്കിയ റൂൾ അല്ല. സാറിന് ഇപ്പൊ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോടതി പോയിട്ട് നമുക്ക് ജഡ്ജി ഷറഫുദ്ദീൻ സാറിനോട് സംസാരിക്കാം. സാർ അവിടെ കംപ്ലൈന്റ് പറയും. അല്ല സാറപ്പോ ചോദിച്ച കാര്യം ആയതുകൊണ്ടാണ് സാറിന് ബുദ്ധിമുട്ട്. സാറിന് കേസ് ID പറയാമോ? നമുക്ക് തന്നില്ല. എന്റെ പേര് KP.
KP ഫുൾ നെയിം കടുവ പീതാംബരൻ. സാർ ഈ ഫ്രണ്ട് സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് തങ്കപ്പൻ സ്റ്റീവ്. ഈ പേര് വെച്ച സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മുള്ളംകൊല്ലി വേലായുധൻ. ഓക്കെ സാറേ, ഒരു മിനിറ്റ് സാറേ. പീഡി കാണിക്കുന്നത് ഒഫൻസ് ആണ്. പീഡി കാണിക്കുന്നത് ഒഫൻസ് ആണ്. സാറേ എന്താണ് ഒഫൻസ് കാണിച്ചത്? ഒരു മിനിറ്റ് അത്രയും മാത്രമേ പറയണ്ടേ സാർ. അവിടെ ഒരു 10 തവണ കൂടെ എംബോസ് പറഞ്ഞു സാർ. അല്ലാണ്ട് ഇപ്പൊ നേരത്തെ പറയാൻ വലിയ പ്രശ്നമാണല്ലേ. വലിയ ഗുണമാണത്. സോളാക്കി വിടാനാണ് അത് അടി ഉണ്ടാക്കാനാണ് സാർ. എനിക്ക് നമ്മള് പോവാണ് സാർ. നമ്മള് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നമ്മുടെ ഭാഗത്തുള്ള കാര്യം സാറോട് പറയാൻ നമ്മള് പറഞ്ഞല്ലോ സാറേ. നമ്മള് കത്തിപ്പോയപ്പോ വന്ന് ഒന്ന് പിക്കാ വന്നതാണ്. നമ്മൾ ഇതിന്റെ വണ്ടി എടുത്ത് പോയി ഇവിടെ നിർത്തിയിട്ടില്ല. ശല്യപ്പെടുത്താതെ വന്നിട്ടില്ല സാറേ. ഓക്കെ ഫൈൻ. ഇനി അവരങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾ ബാക്കി ഓഫീസേഴ്സ് എല്ലാവരും ബാക്കി ഹോൺ അടിച്ച് രണ്ടെണ്ണം നടക്കില്ല. അത് വേറെ സാറേ. അത് നിങ്ങളായിട്ടുള്ള സീനല്ല. അത് ഒരു പെണ്ണ് എന്ന് വെറുതെ ഒന്ന് ചവിട്ടി. അത് വേറെ അതിന് ഞങ്ങളെ അങ്ങനെയല്ല. അവരെ അടിച്ചപ്പോ നിങ്ങളെ അല്ല, നിങ്ങൾ ആ ടൈമിൽ വണ്ടി ചെയ്തു നിങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ണെടുത്ത് നിങ്ങളെടുത്ത് സാറേ ഞങ്ങളല്ല സാർ ആദ്യം കണ്ടത്. നിങ്ങൾ കണ്ടെടുത്തിട്ടാണ്. ഇല്ല നിങ്ങൾ ആദ്യം എടുത്ത് സാറേ. ഞാൻ ഇവരുടെ ബോഡി ക്യാൻ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളാം. ഓക്കെ ബോഡി ചെക്ക് ഞാൻ സമ്മതിക്കൂല. ബോഡി ക്യാമറ ചെക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. അത് നമ്മളെ ബോഡി പിടിച്ചിട്ടുള്ള പരിപാടി ശരീരത്തിൽ. ഒരു മാസ ഡയലോഗ് കൂടെ അടിക്കാനുള്ളത് പറ്റിയില്ല. വേലായുധനെ നേരത്തെ അടിക്കാൻ വണ്ടി നീ എന്തിനാ അതിന്റെ ഇടയിൽ നീ വന്നെന്തിന്? ഞാൻ ചെറുതായിട്ട് പിന്നെ ലൈറ്റ് ബൾബ് കത്തുന്ന പോലെ കണ്ടപ്പോ ബൾബിന്റെ പറയില്ല. പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇനി ആവർത്തിക്കില്ല. സോറി സറക്കണ്ണ. നീയാണെന്ന് അറിയില്ല. എന്തെങ്കിലും ആദ്യമേ അടിച്ചു കത്തിച്ചാണ് അപ്പഴേ. ഈ അടിക്കും. താങ്ക് യു സോ മച്ച്. കണ്ണാപ്പി നീ പോയിട്ട് പറയേ. മറ്റേ ഡയലോഗ് അടി. മറ്റേ പാളയാർ പരമശിവത്തിന്റെ ഡയലോഗ് മനസ്സിലായില്ലേ സാറേ? നമ്മള് വണ്ടി സാറേ നമുക്കൊരു സാറേ പറയണ മാമ പുണ്ടേ മാമ ഈ ഡയലോഗ് മനസ്സിലായോ? അവിടെ നിൽക്കുന്ന ഒരു വണ്ടി എടുത്തിട്ട് ലാസ്റ്റ് വാണിങ്ങാന്ന് പറയേണ്ട ആവശ്യം എന്താ സാറേ? ഹലോ സാറേ. എന്താ സാറേ? സാറേ നമ്മൾ ഇവിടെ തന്നെ കാണും. സാറിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടി. അയ്യേ മാസില്ല. ഇതിന് മാസില്ല. മാമ ഡയലോഗ് അതല്ലായിരുന്നു. മാറ്റി നമുക്ക് വരാം. വണ്ടി മാറ്റി ഇവിടെ വണ്ടി മാറ്റി വരാം. വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം സാറേ. 15 വർഷമായിട്ട് നമ്മൾ ഈ മുതുക്കി കൂടി വണ്ടി ഓടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇനി ഒരു 5 വർഷം വണ്ടി ഓടിക്കും. സാറിന് പറ്റുമെങ്കിൽ നമ്മളെ തടയാൻ പറ. അതായത് വാളയാർ പരമശിവൻ പാലാർ പരമശിവത്തിന്റെ അതെനിക്ക് പറ്റില്ല. കൺഫേം ഞാൻ പറഞ്ഞ കൊളോ. എനിക്ക് കൺഫേം ഇവൻ പറഞ്ഞു അറിയാന്നുള്ളത് പറയാനല്ല ഡയലോഗ്. അത് ഞാൻ പറഞ്ഞു ഡയലോഗ് അറിഞ്ഞൂടാ.